ചെറിയ ഫ്രീ സ്പേസൊക്കെ കിട്ടുമ്പോഴത്തേക്കും, അതായത് ചെറിയ ചെറിയ സമയങ്ങൾ കിട്ടുമ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ കറങ്ങാൻ ഇറങ്ങാറുണ്ട്. സാധാരണ നമ്മളിവിടെ അമ്മ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അമ്മ ഉണ്ടായില്ല. കാരണം കഴിഞ്ഞ ദിവസം പോയപ്പോഴത്തെ വീഡിയോ, കാരണം അമ്പലത്തിൽ പരിപാടി ഒന്നുമില്ല അന്ന് വൈകുന്നേരം. ഇവർ ഓൾറെഡി ലീവായിരുന്നല്ലോ, ഇവർ 3 ലീവായിരുന്നു. അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ കറങ്ങാൻ ഇറങ്ങിയേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയിട്ട് ചുമ്മാ കുറച്ച് സ്ഥലം നമ്മുടെ ആലപ്പുഴ സൈഡിലോട്ടൊന്നും പോകാറില്ല കേട്ടോ. അപ്പോൾ ആലപ്പുഴ സൈഡിലോട്ട് പോയി. അപ്പോൾ അവിടെ നമുക്കിനി വിശപ്പിൻ്റെ പിടി വരുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, കണ്ണാ വിശക്കുന്നുണ്ട്, തലവേദന എടുക്കുന്നതെന്ന് പറഞ്ഞു. കാരണം എനിക്ക് കറക്റ്റ് സമയത്ത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷയമാണ്. അപ്പോഴത്തേക്കും കണ്ടുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും സ്ഥലം നോക്കി നമുക്ക് കയറാമെന്ന് പറഞ്ഞു. പക്ഷേ എപ്പോഴും കാണിച്ചിട്ടുണ്ടെങ്കിൽ കടയുടെ ഭംഗിയും രൂപമൊക്കെ നോക്കിയാണ് കടയിലേക്ക് കയറാറുള്ളത്. പ്രത്യേകിച്ച് ഇങ്ങനെ അറിയാൻ പാടുന്ന സ്ഥലത്തോട്ടൊക്കെ ചെല്ലുമ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറേ ഇങ്ങനെ എന്താ പറയുക, കുറേ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് സെറ്റപ്പ്. ഞാൻ പറഞ്ഞു, കണ്ടാൽ ഇങ്ങനെ നമ്മൾ സ്ഥലത്ത് കയറിയിട്ടില്ലല്ലോ, അന്ന് നമുക്ക് കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ കയറിയപ്പോഴത്തേക്കും അവിടെ കുറേ കടകളുണ്ട്. കുറേ കടകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോമോസിൻ്റെ കടയുണ്ട്, അതല്ലാണ്ട് ബിരിയാണീൻ്റെ കട, പിന്നെ ദോശേൻ്റെ കട, പിന്നെ ചായേൻ്റെ കട, അങ്ങനെ കുറേ കടകൾ കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് വാങ്ങിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, അതാ ഞാൻ പറഞ്ഞാൽ എനിക്ക് വാങ്ങിത്തരണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആദ്യമേ മോമോസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ മോമോ ഇവർക്ക് ഇഷ്ടമായില്ല കേട്ടോ, 2 പേർക്ക് ഇഷ്ടമായില്ല. ആകെ 5 പീസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എല്ലാവരും കഴിച്ചു, ഞാൻ 2 കഴിച്ചു. അതാണ് എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് ഇങ്ങനെ സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് കഴിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ ബിരിയാണി ഇരിക്കുന്ന കടയിൽ നിന്നാണ് ബിരിയാണി നമ്മൾ പറഞ്ഞേച്ചത്. അവർ ബിരിയാണി കൊണ്ടുവന്ന് തന്നു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. എനിക്ക് പിന്നെ ഇത്രയും ക്വാണ്ടിറ്റി ഒന്നും കഴിക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും പറയാറില്ലേ, എനിക്ക് ഇത്രയും ക്വാണ്ടിറ്റി ഒന്നും കഴിക്കാൻ പറ്റില്ല. വളരെ കുറച്ച് കഴിച്ചിട്ട് ഞാൻ നേരെ ശംഖുവിന് കൊടുക്കും. അപ്പോഴത്തേക്കും ശംഖു അത് കഴിച്ച് തീർന്ന സമയമാണ് ഞാൻ പറഞ്ഞത് ലൈം പറയാമെന്ന്. അപ്പോൾ ലൈം വാങ്ങിക്കാൻ ചെന്നപ്പോഴത്തേക്കും അവിടെ കുറേ സാധനങ്ങൾ എഴുതി വെച്ചിരിക്കണേ. അപ്പോൾ അത് ഓർഡർ കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വന്നു. എൻ്റെ സന്തോഷമാണ് കാണണം. കാരണം ഇവിടെ കുറേ സമയം എടുക്കും, ഇനിയും 10-15 മിനിറ്റ് ഇരിക്കാൻ പറഞ്ഞു എന്ന് പറയാം. അപ്പോൾ എന്താ ഇരിക്കാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഫലൂഡ ഓർഡർ ചെയ്തു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഫലൂഡൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് വെച്ചു. ഞാൻ അധികം കഴിച്ചില്ലല്ലോ, ബിരിയാണി അധികം കഴിക്കാത്തതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റുമെന്ന് പറയാം. അങ്ങനെ അതെല്ലാം കഴിച്ചേ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ചെറിയ ചെറിയ സമയങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ കറങ്ങാൻ പോകുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ത്രില്ലുള്ള പരിപാടിയാണ്. അച്ചായിക്കാണെങ്കിൽ തീരെ ഇഷ്ടമല്ല. നിങ്ങൾ ഈ ഇടക്കിടക്ക് എന്തിട്ട് കറങ്ങാൻ പോകുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പറയും, പിന്നെ വീട്ടിൽ വെറുതെ ചെയ്തിട്ട് അല്ലെങ്കിൽ എല്ലാ ദിവസവും ജോലിക്ക് പോയിട്ട് രാവിലെ എണീക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ജിമ്മിൽ പോകുന്നു, പിന്നെ ഉറങ്ങുന്നു, എണീക്കുന്നു. ഇത് തന്നെയാണ് ലൈഫിൽ സംഭവിക്കുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഇങ്ങനെ എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് ചുമ്മാ ഒക്കെ കറങ്ങാൻ ബീച്ചിൽ പോവുകയെ, അല്ലെങ്കിൽ ഇതുപോലെ വെറുതെ വണ്ടി എടുത്ത് പോവുക, ഏതെങ്കിലും കടയിൽ ചെല്ലുക, എന്തെങ്കിലും സാധനം കഴിക്കുക, തിരിച്ചു വരിക, ഒരു വീഡിയോ ചെയ്യുക. അടിപൊളി അന്തസ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കല്ലേ.